പോലീസ് മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് നേതാവ് വി.എസ്. സുജിത്ത് ഹൈക്കോടതിക്ക് മുമ്പാകെ. വി.എസ്. സുജിത്തിന്റെ പൊതുതാൽപര്യ ഹർജിയിൽ സർക്കാരിനോട് ഹൈക്കോടതി റിപ്പോർട്ട് തേടി. പോലീസ് സ്റ്റേഷനുകളിൽ CCTV പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അറിയിക്കണം. മനുഷ്യാവകാശ കോടതികളുടെ നടപടിക്രമങ്ങൾ സംബന്ധിച്ചും റിപ്പോർട്ട് നൽകണം. 3 ആഴ്ചക്കകം റിപ്പോർട്ട് നൽകാൻ ഡിവിഷൻ ബെഞ്ചിന് നിർദ്ദേശമുണ്ട്. ഷബ്ന വിശദാംശങ്ങളുമായി ചേരുന്നു. ഷബ്ന, പ്രധാനപ്പെട്ടൊരു കോടതി നടപടിയും മറ്റുമായിട്ട് ഇത് മാറും. നിശ്ചയമായിട്ടും അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നിശ്ചയമായിട്ടും അത് വലിയ ചർച്ചയാവുകയും ചെയ്യും. എന്താണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? സുജിത്ത് എന്താവശ്യമായാണ് കോടതിയെ സമീപിച്ചത്? പോലീസ് മർദ്ദനങ്ങളിൽ ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജിയാണ് സുജിത്ത് നൽകിയിട്ടുള്ളത്. ഡിവിഷൻ ബെഞ്ച് മുമ്പാകെയാണ് ഇത്തരത്തിലൊരു ഹർജിയുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് വി.എസ്. സുജിത്ത് സമീപിച്ചത്. വി.എസ്. സുജിത്തിന്റെ പൊതുതാൽപര്യ ഹർജിയിൽ സർക്കാരിനോട് ഇത് സംബന്ധിച്ച് കോടതി വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുജിത്തിന്റെ കേസിൽ നമുക്കറിയാം CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറം ലോകത്തേക്ക് അറിയുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനുകളിൽ CCTV പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അറിയിക്കണം എന്നാണ് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സുജിത്ത് ആവശ്യപ്പെട്ടതും CCTVകൾ പോലീസ് സ്റ്റേഷനിൽ പ്രവർത്തിപ്പിക്കണം എന്നതായിരുന്നു. സുപ്രീം കോടതിയും ഏതായാലും ഈ വിഷയത്തിൽ നേരത്തെ തന്നെ ഇടപെടൽ നടത്തിയിട്ടുള്ളതാണ്. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും CCTV വേണം എന്ന് തന്നെ കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നതാണ്. പല സ്റ്റേഷനുകളിലും CCTV പ്രവർത്തനക്ഷമമല്ല എന്ന റിപ്പോർട്ടുകളാണ് പലയിടത്തു നിന്നും വന്നിട്ടുള്ളത് എന്ന് ഈ ഹർജിക്കാരൻ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി CCTV വേണം എന്നൊരാവശ്യമായിരുന്നു ഉന്നയിച്ചത്. ഇതിൽ സർക്കാർ വിശദീകരണം നൽകാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ കോടതികളുടെ നടപടിക്രമങ്ങൾ ഏതെങ്കിലും തരത്തിൽ പോലീസ് മർദ്ദനത്തിന് ഇരയാകുകയോ ആ രീതിയിലുള്ള ആളുകൾ കോടതിയെ സമീപിക്കുമ്പോൾ മനുഷ്യാവകാശ കോടതികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകണം.